ഹലോ, ഈ പുതിയ എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന, നമ്മുടെ തലവര തന്നെ മാറ്റിയെഴുതാൻ കഴിയുന്ന ഒരു മാന്ത്രിക ശക്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പുറമേ കാണുന്ന ലോകത്തെ വിജയവും സമാധാനവും അന്വേഷിച്ചോടുന്ന നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഈ വലിയ നിധിയെ കാണാതെ പോവുകയാണ് പതിവ്. നേരിട്ട് തന്നെ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ചിലർ എന്തു ചെയ്താലും വൻ വിജയമാകുന്നതും മറ്റു ചിലർ എത്ര കഷ്ടപ്പെട്ടാലും എപ്പോഴും പരാജയപ്പെടുന്നതെന്നും? ജീവിതത്തിൽ വലിയ സമൃദ്ധിയോടെ ജീവിക്കുന്നവരും എപ്പോഴും കഷ്ടപ്പെടുന്നവരും തമ്മിലുള്ള ഈ വലിയ വ്യത്യാസം എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? സത്യത്തിൽ ഇതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നതുപോലെ ഇതിന് കാരണം വെറും ഭാഗ്യമോ അല്ലെങ്കിൽ ജന്മനാ കിട്ടുന്ന കഴിവുകളോ ഒന്നുമല്ല. മറിച്ച് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള അദൃശ്യമായ ആ പവർ ഹൗസാണ്. അതെ, നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സ്. ഈ ഉപബോധ മനസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് ഒരിക്കലും ഉറങ്ങുന്നില്ല. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഇത് ജഡ്ജ് ചെയ്യാറുമില്ല. നമ്മളെ എന്ത് ചിന്തിക്കുന്നോ അത് വെറുമൊരു ഓർഡറായിട്ട് മാത്രമേ ഇത് സ്വീകരിക്കൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ 24 മണിക്കൂറും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഇൻവിസിബിൾ എഞ്ചിനാണത്. ഇതൊരു കെട്ടുകഥയാണെന്ന് വിചാരിക്കാൻ വരട്ടെ. നമ്മുടെ ശരീരത്തിലേക്കൊന്ന് നോക്കൂ. നമ്മുടെ ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം, ദഹനം, എന്തിനേറെ പറയുന്നു, നമ്മുടെ ഓർമ്മകളും വികാരങ്ങളും വരെ ഓട്ടോമാറ്റിക്കായി കൺട്രോൾ ചെയ്യുന്നത് ഈ ഉപബോധ മനസ്സാണ്. നിങ്ങളെ ശാരീരികമായും മാനസികമായും ജീവനോടെയും ആക്റ്റീവായി നിലനിർത്തുന്ന ശരിയായ ഫോഴ്സ് ഇതുതന്നെയാണ്. ഈ കൺസെപ്റ്റ് കുറച്ചുകൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം നോക്കാം. അദൃശ്യമായ ഈ പ്രക്രിയയെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ഇത് നമ്മെ സഹായിക്കും. നിങ്ങളുടെ മനസ്സിനെ വളക്കൂറുള്ള ഒരു മനോഹരമായ പൂന്തോട്ടമായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അങ്ങനെയാണെങ്കിൽ അതിൽ നിങ്ങളുണ്ടാക്കുന്ന ഓരോ ചിന്തകളും ഓരോരോ വിത്തുകളാണ്. ഇനി ഇവിടെയാണ് ട്വിസ്റ്റ്. ആ വിത്തുകൾ എങ്ങനെ വളരുന്നു എന്നതിലാണ് കാര്യം. ഒരു വശത്ത് നമ്മുടെ കോൺഫിഡൻസ് നശിപ്പിക്കുന്ന ഭയം, സംശയം, അസൂയ, പരാജയഭീതി തുടങ്ങിയ വെറും കളകൾ. എന്നാൽ മറുവശത്തോ നമ്മുടെ ഭാവിയെ ഏറ്റവും മനോഹരമാക്കുന്ന ആത്മവിശ്വാസം, സമാധാനം, ധൈര്യം, വിജയം തുടങ്ങിയ വലിയ മരങ്ങൾ. ഇതിൽ ഏത് വിത്ത് പാകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ മാത്രമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളിൽ പലരും നമ്മൾ അറിയാതെ തന്നെ പരാജയത്തിലുള്ള വിത്തുകളാണ് പാകിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്കെപ്പോഴും നിർഭാഗ്യമാണ്, എനിക്കൊന്നിനും ഒരു യോഗ്യതയുമില്ല എന്നൊക്കെയുള്ള നെഗറ്റീവ് കളകൾ നമ്മൾ എല്ലാ ദിവസവും മനസ്സിൽ നട്ടുപിടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ കമാൻഡുകൾ അക്ഷരം പ്രതി അനുസരിക്കും. യാതൊരു സംശയവുമില്ല. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പോരായ്മകളിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഉള്ളിലിരിക്കുന്ന ആ എഞ്ചിൻ യാതൊരു മറുചോദ്യവും ചോദിക്കാതെ ആ പോരായ്മകളെ വീണ്ടും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് യാഥാർത്ഥ്യമായി കൊണ്ടുവരും. എന്നാൽ ഒരു സന്തോഷവാർത്തയുണ്ട്. ഇതിന്റെ മറുവശവും അതുപോലെ തന്നെ സത്യമാണ്. അതായത്, ബോധപൂർവം നിങ്ങൾ പോസിറ്റീവായ ചിന്തകൾ മനസ്സിന് നൽകി തുടങ്ങിയാലോ, എനിക്ക് കഴിയും, അവസരങ്ങൾ എന്നെ തേടി വരുന്നുണ്ട്, ഞാൻ തീർച്ചയായും വിജയിക്കും എന്നീ ചിന്തകൾ ഉപബോധ മനസ്സിൽ പതിഞ്ഞാൽ പിന്നെ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ശീലങ്ങളും പ്രവൃത്തികളും ഓട്ടോമാറ്റിക്കായി ആ വിജയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഇത് റിയൽ ലൈഫിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു രസകരമായ കഥ കേൾക്കാം. ഒരു കടയിൽ വളരെ വില കൂടിയ ഒരു ട്രാവൽ ബാഗ് കണ്ട ഒരു പെൺകുട്ടിയുടെ കഥയാണിത്. ആദ്യത്തെ നോട്ടത്തിൽ തന്നെ അവൾക്ക് തോന്നി, അയ്യോ, ഇത് വാങ്ങാനുള്ള പണമൊന്നും എന്റെ കയ്യിലില്ലല്ലോ എന്ന്. സാധാരണ നമുക്കെല്ലാവർക്കും പെട്ടെന്ന് വരുന്നൊരു ചിന്തയാണല്ലോ അത്. പക്ഷേ അവിടെയാണ് അവൾ വ്യത്യസ്തയായത്. ആ നെഗറ്റീവ് ചിന്തയെ മനസ്സിലേക്ക് കയറാൻ അവൾ സമ്മതിച്ചില്ല. പരിമിതികളെ അംഗീകരിക്കുന്നതിനു പകരം അവൾ സ്വയം തിരുത്തിക്കൊണ്ട് വളരെ ശക്തമായ ഒരു വാചകം മനസ്സിലുറപ്പിച്ചു: ആ ബാഗ് എന്റേതാണ്, ഞാനത് മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു. സത്യത്തിൽ അവൾ അവിടെ പുതിയൊരു വിത്ത് പാകുകയായിരുന്നു. അറിയാമോ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന്? അതിശയമെന്ന് പറയട്ടെ, അതേ ദിവസം വൈകുന്നേരം അവളുടെ പ്രതിശ്രുതവരൻ അവൾക്ക് സമ്മാനമായി നൽകിയത് ആ കടയിൽ അവൾ കണ്ട അതേ ബാഗായിരുന്നു. നമ്മളൊരു കാര്യത്തെ വൈകാരികമായി മനസ്സിൽ സ്വീകരിച്ചാൽ ഉപബോധ മനസ്സ് അതിലേക്കെത്താൻ അപ്രതീക്ഷിതമായ വഴികൾ തുറക്കും എന്നതിന്റെ ഏറ്റവും മികച്ച തെളിവാണിത്. അതെ, നിങ്ങളുടെ ആഴത്തിലുള്ള വിശ്വാസം തന്നെയാണ് നിങ്ങളുടെ അനുഭവമായി മാറുന്നത്. ഈ ഒരു നിയമം വെറും ഒരു ബാഗിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. ആരോഗ്യം, സാമ്പത്തികം, റിലേഷൻഷിപ്പുകൾ എന്നിങ്ങനെ ജീവിതത്തിലെ സകല കാര്യങ്ങൾക്കും ഇത് ബാധകമാണ്. നിങ്ങളുടെ ഉള്ളിലെ ലോകം എപ്പോഴും ഭയം നിറഞ്ഞതാണെങ്കിൽ പുറത്തെ ലോകവും അതുതന്നെ റിഫ്ലക്റ്റ് ചെയ്യും. നേരെ മറിച്ച് നിങ്ങളുടെ ആന്തരിക ലോകം ഫുൾ കോൺഫിഡൻസ് ആണെങ്കിലോ നിങ്ങളുടെ ബാഹ്യജീവിതത്തിലും ആ വിജയം ഗംഭീരമായി തന്നെ പ്രതിഫലിക്കും. വലിയ വിജയം നേടിയ ആളുകൾ എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അവർക്കും നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അവരുടെ ചിന്താരീതി തികച്ചും വ്യത്യസ്തമാണ്. അവർ എപ്പോഴും പുത്തൻ അവസരങ്ങളിൽ വിശ്വസിക്കുന്നു, ഓരോ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പ്രധാനമായി അവർ അവരെ തന്നെ വിശ്വസിക്കുന്നു.
അവരുടെ മനസ്സെപ്പോഴും പുരോഗതിക്കായി പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, ജീവിതത്തിൽ ഏതൊരു വലിയ മാറ്റവും ഒരു പ്രത്യേക പാലം കടന്നിട്ടേ വരൂ. അതായത്, ഒരു വിജയം പുറത്ത് കാണുന്നതിനു മുമ്പ് അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ അംഗീകരിച്ചിരിക്കണം. ചുരുക്കത്തിൽ, നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യത്തിനും ഇടയിലുള്ള ഒരു ശക്തമായ പാലമായി നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഈ സൂപ്പർ പവറിനെ നമുക്ക് എങ്ങനെ ബോധപൂർവം ഉപയോഗിക്കാം? വെറുതെ സാഹചര്യങ്ങളെ പഴിചാരി ജീവിക്കുന്നതിനു പകരം നമ്മുടെ ജീവിതം നമ്മുടേതായ രീതിയിൽ ഡിസൈൻ ചെയ്യാൻ ഈ 3 സിമ്പിൾ സ്റ്റെപ്പുകൾ നിങ്ങളെ സഹായിക്കും. 1. ഭയത്തിന്റെ വിത്തുകൾ പാകുന്നത് ഇന്ന് തന്നെ നിർത്തുക. 2. ആത്മവിശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും വിത്തുകൾ പാകിത്തുടങ്ങുക. 3. നിങ്ങളുടെ ഉള്ളിലെ ആ അപാരമായ കഴിവുകളിൽ പൂർണ്ണമായും വിശ്വസിക്കുക. നമ്മുടെ ഈ എക്സ്പ്ലെയിനർ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഇന്നു മുതൽ നിങ്ങൾ ഏതുതരം വിത്തുകളാണ് നിങ്ങളുടെ മനസ്സിൽ പാകാൻ പോകുന്നത്? എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അനന്തമായ സാധ്യതകളുടെ വലിയൊരു നിധി തന്നെ ഒളിച്ചിരിപ്പുണ്ട്. അത് നിങ്ങളുടെ ശരിയായ കമാൻഡുകൾക്കായി മാത്രം കാത്തിരിക്കുകയാണ്. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ചിന്തകളെ മാറ്റൂ, ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കൂ. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.